യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീന്റെ മറ്റൊരു ഡെഫിനിഷൻ എങ്ങനെ ഫുൾ ആയിട്ട് എൻകോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ട്യൂറിംഗ് മെഷീൻ ഉണ്ട്, അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? 7 ട്യൂപ്പിൾസ് ഉണ്ട്, ക്യൂ ഉണ്ട്, സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് ഉണ്ട്, ടേപ്പ് സിമ്പിൾസ് ഉണ്ട്, ട്രാൻസിഷൻ, Q0, ബ്ലാങ്ക് സിമ്പിൾ, ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ അതിലെ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു Q0യും Q acceptഉം ആണ്, ആൽഫബറ്റ്സ് 0യും 1ഉം ആണ് എന്നെല്ലാം പറഞ്ഞു. ഇനി ഈ ഫുൾ ട്യൂറിംഗ് TM ഈക്വൽ ടു എന്ന് പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് നമുക്ക് എൻകോഡ് ചെയ്യണം. എൻകോഡ് ചെയ്യുമ്പോൾ 1 and 0യുടെ ഫോമിലായിരിക്കും എൻകോഡ് ചെയ്യുന്നത്. എൻകോഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് Q0യും Q acceptഉം. Q0യ്ക്ക് 1 എന്നും Q acceptന് 1 1 എന്നും നമുക്ക് യൂസ് ചെയ്യാം. Q0യ്ക്ക് 1 എന്നും Q acceptന് 1 1 എന്നും. ഇവരുടെ രണ്ടിന്റെയും ഇടയിലുള്ള കോമയെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 0 യൂസ് ചെയ്യാം. Q0യുടെയും Q acceptന്റെയും ഇടയിൽ വരുന്ന കോമയെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് സിംഗിൾ 0 യൂസ് ചെയ്യാം. ഇനി ഈ 0 1ഉം Q0 Q accept എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ്. അവരുടെ ഇടയിലുള്ള കോമയ്ക്ക് റെപ്രസെന്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് 2 0 യൂസ് ചെയ്യാം. അതായത് ഒരേ ഫ്ലവർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഒറ്റ 0യും, 2 ഫ്ലവർ ബ്രാക്കറ്റിന്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഡബിൾ 0 യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഡീലിമിറ്റർ എവിടെ ഏത് വന്നെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അത്രേ ഉള്ളു വ്യത്യാസം. നേരത്തെ നമ്മൾ ഈ രണ്ടുപേരുടെ ഇടയിൽ വരുന്നതിന് സിംഗിൾ 0 യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഈ കേസിൽ എന്താ പറയുന്നത്? 2 ബ്രാക്കറ്റിന്റെ ഇടയിൽ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഡബിൾ 0 യൂസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ഈ ട്രാൻസിഷൻ ഈ പറയുന്ന സ്റ്റേറ്റ്സിന്റെ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് എഴുതാം? 1 0 എന്ന ഫോമിൽ നിങ്ങൾക്ക് എൻകോഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ ഒരു ട്യൂറിംഗ് മെഷീനെ ഇൻപുട്ട് ആയിട്ട് എടുത്ത് എൻകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പോർഷൻ ആണ് ഇക്വലൻസ് ഓഫ് സിംഗിൾ ടേപ്പ് ആൻഡ് മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻ.